ഫോട്ടോസ് നിനക്ക് അയച്ചിട്ടുണ്ട്. നീ ഇതിൽ നിന്ന് എത്രയും പെട്ടെന്ന് തിരഞ്ഞെടുത്തേ പറ്റുള്ളൂ. ഇനി നിന്റെ ഇഷ്ടത്തിന് വിടാനുള്ള പ്ലാൻ ഇല്ല. അമ്മയുടെ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇപ്പൊ കല്യാണം വേണ്ട, എനിക്ക് പഠിച്ചാ മതി. നിങ്ങളാരും എന്താ എന്റെ സൈഡ് ചിന്തിക്കാത്തെ? എനിക്കാരെയും കാണണ്ട. നീ ഒരു കാര്യം ചെയ്താൽ മതി, നീ വീട്ടിൽ തന്നെ നിന്നാൽ മതി. പൈസ കറക്റ്റ് എണ്ണി തരാതെ നീ ഇങ്ങോട്ട് വരെയും വേണ്ട. എനിക്ക് നീ ഒരു ജീവിതം കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനും താല്പര്യമില്ല. ഏത് സമയം അങ്ങനെ കയറി കിടന്നാൽ ഇവിടുത്തെ ജോലിയൊക്കെ ആര് ചെയ്യും? അപ്പോഴും ഞാൻ പറഞ്ഞതാണ് തറ തുടച്ചു കഴിഞ്ഞ് എന്റെ തുണി കഴുകിയാൽ മതിയെന്ന്. ഇങ്ങനെ തിന്നും കുടിച്ചും കിടക്കാനാണെങ്കിൽ ഇത് ശരിയാവൂല. മോളുടെ വീട്ടിൽ പോയി നിൽക്കുന്നതായിരിക്കും നല്ലത്. ഭാരങ്ങളില്ലാതെ നാം ഭാവാർദ്രമായി വേരുമറിയാ ജലഗണമിവിടെ ഒന്നു ചേക്കേറാ കൊടുത്തങ്ങൊരിടമിവിടെ. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന അഭയ കേന്ദ്രത്തിലെ കുറച്ച് വിശേഷങ്ങളാണ്. ഇതിൽ പ്രധാനമായി പറയേണ്ടത് ഇവിടുത്തെ അന്തേവാസികളുടെ സന്തോഷപൂർവ്വമായ ജീവിത രീതികളെ പറ്റിയാണ്. അവർ ഒത്തൊരുമിച്ചും പരസ്പരം ആഹാരം പാകം ചെയ്തും ഒന്നിച്ച് കിടക്ക പങ്കിട്ടും വളരെ സന്തോഷപൂർവ്വമാണ് ജീവിക്കുന്നത്. പല ദുഃഖകരമായ അവസ്ഥയിൽ കൂടെ വന്നവർ പോലും വളരെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഇവിടെ ജീവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ വീട്ടുകാർ ഉപേക്ഷിച്ചവരെയും സ്വന്തം ഇഷ്ടപ്രകാരം വന്നവരെയും രോഗങ്ങളാൽ കഴിയുന്നവരെയും നമുക്ക് കാണാം. എന്നാൽ ഇവരെല്ലാം ഒരു കുടക്കീഴിൽ സ്വന്തം വീട്ടിലെ ബന്ധുമിത്രാദികളെ പോലെ സന്തോഷവും സങ്കടങ്ങളും പങ്കുവെച്ച് താമസിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓർമ്മ പുഴ